എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വീട്ടിൽ ഉപയോഗിക്കുന്ന ഗാർഹിക പാചകവാതക സിലിണ്ടറിന് വീണ്ടും കേന്ദ്ര സർക്കാർ പൊതുമേഖലാ എണ്ണ കമ്പനികൾ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വീട്ടിലൊരു സിലിണ്ടർ ലഭിക്കുന്നതിന് 1000-ന് മുകളിൽ വില വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. സിലിണ്ടറിന് മാത്രം 951 രൂപ കേരളത്തിൽ ശരാശരി വിലയായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ ജൂൺ 8 മുതൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുമാണ് പറയുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നതിന് കടുത്ത ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ വീണ്ടും വില വർദ്ധിച്ചിരിക്കുകയാണ്. ഏതാനും മാസങ്ങളിലായിട്ട് ഗാർഹിക സിലിണ്ടറിനും വാണിജ്യ സിലിണ്ടറിനും വില കൂടുകയായിരുന്നു. 1500 രൂപ മാത്രമുണ്ടായിരുന്ന വാണിജ്യ സിലിണ്ടറിന് ഇപ്പോൾ 3200 രൂപയാണ് വില. ഇതിനോട് ചുവട് പിടിച്ച് തന്നെ വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിനും വിലയിൽ വർധനവ് വന്നിട്ടുണ്ട്. 721 രൂപ ഉണ്ടായിരുന്ന സിലിണ്ടറിനാണ് ഇപ്പോൾ 951 രൂപയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇന്ന് 29 രൂപയാണ് വർദ്ധിച്ചത്. വരും മാസങ്ങളിലും വർധനവ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പും അങ്ങനെ തന്നെയാണ്. പെട്രോൾ ഡീസൽ വിലയിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയാണ് ഉണ്ടായത്. പല തവണകളായിട്ടാണ് ഇപ്പോൾ വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതേ രീതിയിൽ തന്നെ പാചകവാതക വിലയിലും വർധനവുണ്ടാകും എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടർ ഒരു കുടുംബത്തിന് ഒരു ഗ്യാസ് കണക്ഷൻ എന്നുള്ള രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ വരികയാണ്. അതായത് നമ്മുടെ വീടിന് പരിസരത്ത് പൈപ്പ് ലൈനിലൂടെ ഗ്യാസ് കടന്നു പോകുന്നുണ്ട് എങ്കിൽ, നമുക്കത് അവൈലബിൾ ആണ് എങ്കിൽ അതിലേക്ക് നിർബന്ധമായിട്ടും മാറണം എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇതിലേക്ക് മാറിയിട്ടില്ല എങ്കിൽ നമുക്ക് നോട്ടീസ് ലഭിക്കുകയും അതിലേക്ക് മാറുകയും വേണം. പൈപ്പ് ലൈനിലൂടെയുള്ള PNG എടുത്തു കഴിഞ്ഞതിന് ശേഷവും ഗ്യാസ് സിലിണ്ടറുകൾ തിരിച്ച് ഏൽപ്പിക്കാത്തവർക്ക് ഫൈന് ഈടാക്കുന്ന നടപടി ഉണ്ടാകും. നമ്മൾ PNG കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ LPG കണക്ഷൻ റദ്ദാക്കണം. അതിന് അതാത് ഗ്യാസ് ഏജൻസിയുടെ സൈറ്റിൽ കയറിയിട്ട് അത് റദ്ദാക്കുകയും സിലിണ്ടറുകൾ തിരിച്ചേൽപ്പിക്കുകയും വേണം എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ്. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുന്നതിന് ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസത്തെ ഇടവേളയാണ് ബുക്കിങ്ങിന് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് തുടരും എന്ന് തന്നെയാണ്. നഗരപ്രദേശങ്ങളിൽ 25 ദിവസവുമാണ്. അതിൽ മാറ്റം വന്നിട്ടില്ല. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ഇത് ഇങ്ങനെ തന്നെ തുടരും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, KYC ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും അത് ചെയ്യണം. ഇനി അങ്ങോട്ട് ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുന്നതിന് ഈ ഒരു KYC നിർബന്ധമായിട്ട് വരികയാണ്. മാസങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ളവർ വീണ്ടും ചെയ്യേണ്ടതില്ല. ഇത് KYC ചെയ്യാൻ പറഞ്ഞിട്ട് ഒരിക്കലും ചെയ്യാത്ത ആളുകളാണ് ആ കാര്യം ചെയ്യേണ്ടത്. ഉജ്ജൽ യോജന കണക്ഷൻ ഉള്ള ആളുകൾക്ക് 300 രൂപ സബ്സിഡി ലഭിക്കുന്ന ആളുകൾക്ക് എല്ലാ വർഷവും ഇത് ചെയ്യണം എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. അവർ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുള്ളവർ വീണ്ടും ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ സബ്സിഡി 300 രൂപ മുടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും. ഇതാണ് ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.